അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം അധ്യായം 2. ആകയാൽ മറ്റുള്ളവനെ വിധിക്കുന്ന മനുഷ്യ, നീ ആരായാലും നിനക്ക് ഒഴിവ് കഴിവൊന്നുമില്ല. കാരണം നീ ഏത് കാര്യത്തിന് മറ്റൊരാളെ വിധിക്കുന്നുവോ അതേ കാര്യത്തിൽ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. വിധിക്കുന്ന നീ അതേ കാര്യം പ്രവർത്തിക്കുന്നുവല്ലോ. ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവർക്കെതിരായുള്ള ദൈവത്തിന്റെ ന്യായവിധി സത്യത്തിൽ അധിഷ്ഠിതമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അന്യരെ വിധിക്കുകയും അതേ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന വെറുമൊരു മനുഷ്യനായ നീ ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്നും തെറ്റിയൊഴിയാമെന്ന് ചിന്തിക്കുന്നുവോ? ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നുവെന്നറിയാതെ നീ അവിടുത്തെ സമൃദ്ധമായ കരുണ, സഹിഷ്ണുത, ദീർഘക്ഷമ എന്നിവയെ അവഗണിക്കുന്നുവോ? നിന്റെ ശാഠ്യവും അനുതാപമില്ലാത്ത ഹൃദയവും നിമിത്തം ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന ക്രോധ ദിവസത്തേക്ക് നീ നിനക്ക് തന്നെ ദൈവക്രോധം ശേഖരിച്ചു. നിന്റെ ശാഠ്യവും അനുതാപമില്ലാത്ത ഹൃദയവും നിമിത്തം ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന ക്രോധ ദിവസത്തേക്ക് നീ നിനക്ക് തന്നെ ദൈവക്രോധം ശേഖരിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ദൈവം ഓരോരുത്തനും അവനവൻ ചെയ്തിട്ടുള്ളതിന് തക്കവണ്ണം പകരം നൽകും. നിരന്തരം നന്മ ചെയ്തുകൊണ്ട് മഹത്വവും മാനവും അനശ്വരതയും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ നൽകും. എന്നാൽ സ്വാർത്ഥം തേടുകയും സത്യം നിരസിച്ച് തിന്മ പിന്തുടരുകയും ചെയ്യുന്നവർക്കെതിരെ കോപവും ക്രോധവും ഉണ്ടാകും. തിന്മ ചെയ്യുന്ന ഏത് മനുഷ്യനും ആദ്യം യഹൂദനും പിന്നെ വിജാതീയനും കഷ്ടതയും യാതനയും ഉണ്ടാകും. എന്നാൽ നന്മ പ്രവർത്തിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദനും പിന്നെ വിജാതീയനും മഹത്വവും ബഹുമാനവും സമാധാനവും ലഭിക്കും. ദൈവത്തിന് പക്ഷഭേദമില്ലല്ലോ. ന്യായപ്രമാണം ലഭിക്കാതെ പാപം ചെയ്തവരെല്ലാം ന്യായപ്രമാണം കൂടാതെ തന്നെ നശിക്കും. ന്യായപ്രമാണം ഉണ്ടായിട്ടും പാപം ചെയ്തവരെല്ലാം ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ. അതനുസരിക്കുന്നവരാണ് നീതിമാന്മാരായി അംഗീകരിക്കപ്പെടുന്നത്. ന്യായപ്രമാണം ഇല്ലാത്തവരായ വിജാതീയർ ന്യായപ്രമാണം അനുശാസിക്കുന്ന കാര്യങ്ങൾ സ്വാഭാവികമായി ചെയ്യുമ്പോൾ അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമായി തീരുന്നു. അവരുടെ മനസാക്ഷി ഇതിന് സാക്ഷ്യം വഹിച്ചും അവരുടെ ചിന്തകൾ അവരെ കുറ്റപ്പെടുത്തുകയോ നീതീകരിക്കുകയോ ചെയ്തും കൊണ്ടും ന്യായപ്രമാണം നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ തങ്ങളുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതായി അവർ വ്യക്തമാക്കുന്നു. ദൈവം സകല മനുഷ്യരുടെയും രഹസ്യങ്ങളെ ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തിനനുസരണമായി യേശുക്രിസ്തുവിലൂടെ ന്യായം വിധിക്കുന്ന ദിവസത്തിൽ ഇത് സംഭവിക്കും. എന്നാൽ നീ നിന്നെ തന്നെ യഹൂദൻ എന്ന് വിളിക്കുന്നു. ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധത്തെക്കുറിച്ച് നീ ആത്മപ്രശംസ ചെയ്യുന്നു. ന്യായപ്രമാണത്തിൽ നിന്ന് പഠിച്ചതിന്റെ ഫലമായ ദൈവഹിതം തിരിച്ചറിയുകയും ശ്രേഷ്ഠമായത് അംഗീകരിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തിൽ നിന്ന് ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സാരാംശം ലഭിച്ചിട്ടുള്ളതുകൊണ്ട് നീ കുരുടർക്ക് വഴികാട്ടിയും ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചവും മൂഢർക്ക് അധ്യാപകനും ശിശുക്കൾക്ക് ഉപദേഷ്ടാവും ആണെന്ന് നീ ഭാവിക്കുന്നു. ഇത് വാസ്തവമെങ്കിൽ അന്യരെ ഉപദേശിക്കുന്ന നീ എന്തുകൊണ്ട് നിന്നെ തന്നെ ഉപദേശിക്കുന്നില്ല? മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുത് എന്ന് ജനങ്ങളോട് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രങ്ങൾ കൊള്ള ചെയ്യുന്നുവോ? ന്യായപ്രമാണത്തെപ്പറ്റി ആത്മപ്രശംസ ചെയ്യുന്ന നീ ന്യായപ്രമാണം ലംഘിച്ചുകൊണ്ട് ദൈവത്തെ അപമാനിക്കുന്നുവോ? നിങ്ങൾ നിമിത്തം ദൈവനാമം വിജാതീയരുടെ ഇടയിൽ നിന്ദിക്കപ്പെടുന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. നീ ന്യായപ്രമാണം പാലിക്കുന്നുവെങ്കിൽ പരിച്ഛേദനം പ്രയോജനമുള്ളതാകും. ന്യായപ്രമാണം ലംഘിച്ചാൽ നീ പരിച്ഛേദനം ഏൽക്കാത്തവന് തുല്യനാകും. പരിച്ഛേദനം സ്വീകരിച്ചിട്ടില്ലാത്തവർ ന്യായപ്രമാണത്തിലെ വിധികൾ അനുസരിക്കുന്നുവെങ്കിൽ പരിച്ഛേദനമുള്ളവരെ പോലെ അവർ പരിഗണിക്കപ്പെടുകയില്ലേ? നിനക്കെഴുതപ്പെട്ട ന്യായപ്രമാണവും പരിച്ഛേദനവും ഉണ്ടെങ്കിൽ തന്നെയും നീ ന്യായപ്രമാണം ലംഘിക്കുന്നുവെങ്കിൽ ശാരീരികമായി പരിച്ഛേദനം ഏൽക്കാതെ തന്നെ ന്യായപ്രമാണം അനുസരിക്കുന്നവൻ നിന്നെ കുറ്റം വിധിക്കും. പുറമെ യഹൂദനായിരിക്കുന്നവൻ യഹൂദനല്ല. യഥാർത്ഥ പരിച്ഛേദനം കേവലം ബാഹ്യവും ശാരീരികവുമല്ല. അകമേ യഹൂദനായവൻ മാത്രമാണ് യഹൂദൻ. അക്ഷരാർത്ഥത്തിലുള്ളതല്ല, ആത്മാവിനാൽ ഹൃദയത്തിൽ ഉണ്ടാകുന്നതാണ് ശരിയായ പരിച്ഛേദനം. അതുള്ളവന് മനുഷ്യരിൽ നിന്നല്ല ദൈവത്തിൽ നിന്ന് തന്നെ പുകഴ്ച ലഭിക്കും.